ജനശബ്ദം ഇന്ന് എത്തിയിരിക്കുന്നത് ചരിത്രപരമായി ഏറെ പ്രാധാന്യമുള്ള ഒരു മണ്ഡലമായ കൊടുങ്ങല്ലൂർ മണ്ഡലത്തിലാണ്. എങ്ങനെയുണ്ട് കച്ചവടങ്ങൾ? എന്തൊക്കെയാണ് കച്ചവടങ്ങള്? മുറുക്കാൻ്റെ ഇത് മാത്രമേ ഉള്ളൂ. മുറുക്കാനും ലോട്ടറി നിങ്ങൾ വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ പോകുന്നുണ്ട്. കുഴപ്പമില്ലാണ്ടൊക്കെ പോകുന്നു. എങ്ങനെയാണ് നമ്മുടെ കൊടുങ്ങല്ലൂരിന്റെ ഈ ഒരു തെരഞ്ഞെടുപ്പ്? കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ ഇതായിട്ട് പോകുന്നുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. ആർക്കായിരിക്കും ഒരു സ്ഥാനം എങ്ങനെ, അല്ലെങ്കിൽ ഈ തവണ ഒരു മുൻഗണന ഒക്കെ ചേട്ടന്റെ കാര്യത്തില്? മറ്റേ LDF-ന്റെ ഇതാണ് വിളിച്ച് പറഞ്ഞു പോണത് പ്രചരണത്തിൽ. ആർക്കൊപ്പം നിൽക്കാനായിരിക്കും സാധ്യത? ഇപ്പൊ LDF ആണെന്ന് തോന്നുന്നു കണ്ടിട്ടില്ല. എങ്ങനെയാണ് കൊടുങ്ങല്ലൂരിന്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ ചിത്രം? ആർക്കൊപ്പം നിൽക്കാനാണ്? ഒന്നും പറയാൻ പറ്റില്ല. മൂന്ന് മുന്നണിയും ഒപ്പത്തിനൊപ്പമാണോ? ഒപ്പത്തിനൊപ്പം ആവൂല, എന്നാലും ഒന്നും പറയാൻ പറ്റില്ല. പ്രചരണത്തിൽ മുൻപിലാണ്. LDF-ന് ഒപ്പം തന്നെ UDF-ന്റെ ഒരു പുതിയ സ്ഥാനാർത്ഥിയാണ്. ഒപ്പം തന്നെ BJP-യും തൊട്ട് മോശമല്ല. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇവിടെ ഒരു നല്ല ശക്തമായൊരു മത്സരത്തിന് സാധ്യതയുണ്ടോ? സാധ്യതയുണ്ട്, എന്നാലും ഇവിടെ നിലനിൽക്കുന്നത് LDF അല്ലേ, അതുപോലെ അങ്ങനെ തന്നെ ഉണ്ടാവും. എങ്ങനെയാണ് കൊടുങ്ങല്ലൂരിന്റെ ഒരു രാഷ്ട്രീയ ചൂട് ഈ കുറി ആരെയായിരിക്കും തുടയ്ക്കാൻ സാധ്യത? സുനിൽകുമാറിനും ഇവിടെ വ്യത്യാസം വരില്ല. UDF സ്ഥാനാർത്ഥി രംഗത്തിറക്കിയിട്ടുണ്ട്. BJP-യും നല്ല ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ മൂന്ന് മുന്നണിയും ശക്തമായ മത്സരമുണ്ട്, എന്നാലും സുനിൽകുമാറിന് സാധ്യത. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ കൊടുങ്ങല്ലൂര് സ്ട്രോങ് ആയി തുടങ്ങിയോ ഇലക്ഷന്റെ സ്ട്രോങ് അത്ര അങ്ങോട്ട് പുറത്തേക്ക് കാണുന്നില്ല, ഉള്ളിൽ നല്ല സ്ട്രോങ് ആയി വർക്ക് നടക്കണോട്ടോ എനിക്ക് ഫീൽ ചെയ്യണത്. ആരാണ് എന്താന്ന് ഒരു പിടുത്തം കിട്ടണില്ല, നമുക്ക് പ്രത്യക്ഷത്തിൽ കാണുന്നില്ല വർക്ക്, അങ്ങനെ ഒരു പ്രശ്നം കാണുന്നുണ്ട്. ആർക്കൊപ്പം നിൽക്കാനായിരിക്കും ഒരു പക്ഷേ സാധ്യത ഇപ്പോഴത്തെ ഒരു അവസ്ഥയില്? ഞങ്ങൾ പറയാൻ പറ്റില്ല. മൂന്ന് മുന്നണിയും നല്ല മത്സരം. മൂന്ന് മുന്നണിയും കട്ടക്കട്ടെ നിൽക്കുന്നുണ്ട്, പറയാൻ പറ്റില്ല ആരെന്നുള്ളത്. കൊടുങ്ങല്ലൂര് എല്ലാവരും കട്ടക്കട്ടെയാണ്. എന്റെ അഭിപ്രായം ഈ കണ്ടീഷനിൽ, ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഒന്നും പറയാൻ പറ്റില്ല. എന്റെ അഭിപ്രായത്തിൽ സുനിൽകുമാറെ ജയിക്കുന്നതുകൊണ്ട് ചെയ്തിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ഓട്ടായിട്ട് മാറുന്നതാണോ? ഓട്ടായിട്ട് മാറും, പക്ഷെ രണ്ടും കട്ടക്കാട്ടാണ്. ഇപ്പൊ കോൺഗ്രസ് ആയാലും BJP ആയാലും കട്ടക്കാട്ടാണ്. സ്ട്രോങ് ആണ്. ഒരു ത്രികോണ മത്സരത്തിന് സാധ്യതയുണ്ടോ? സാധ്യത ഉണ്ട്. കൊടുങ്ങല്ലൂർ BK-ന്റെ മോനാണ് ഇവിടെ നിൽക്കണം, മൂന്നാമത്തെ പ്രാവശ്യമാണ്. അവൻ ഭൂരിപക്ഷത്തിന് ജയിക്കും, വേറൊരു ആരും ജയിക്കില്ല. എൻ്റെ ഇതിലൊരു മാറ്റം വേണമെന്നാണ്. ഇവിടെ UDF വരട്ടെ, ജിനീഷ് വരട്ടെ എന്നാണ്. ഇവിടെ TM പ്രതാപൻ ഉണ്ടായിരുന്നപ്പോൾ നല്ല വികസനവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പം ഒരു മാറ്റം വരട്ടെ, UDF വരട്ടെ. BJP-ക്ക് എങ്ങനെയാണ് നിർണായകമാകാൻ സാധ്യതയുണ്ടോ? BJP കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിൽ ഒരു ശക്തമായൊരു സ്വാധീനമുണ്ട്, പക്ഷേ ആ വോട്ട് പിടിക്കുമെന്ന് കണ്ടറിയണം. പിന്നെ ഘടകകക്ഷിക്കല്ലേ അവർ സീറ്റ് കൊടുത്തേക്കണം, 2020 അല്ലേ. BJP സ്ഥാനാർത്ഥിയാണെങ്കിൽ ഒരു BJP-യുടെ വോട്ട് BJP-ക്ക് കിട്ടിയാനായിരുന്നു. അതൊരു നിർണായകമാകും. അതൊരു നിർണായക ഘടകമാവും. അത് എങ്ങനെയാണെന്ന് പറയാൻ പറ്റൂല. കൊടുങ്ങല്ലൂർ ആർക്കൊപ്പം നിൽക്കാനായിരിക്കും സാധ്യത? 2020 ജയിക്കാൻ സാധ്യതയുണ്ട് ഇവിടെ. നിർണായകമാണോ? BJP നല്ല സ്ട്രോങ് അല്ലേ ഇവിടെ. പിന്നെ മാർക്സിസ്റ്റ് ഇപ്പോൾ 2 പ്രാവശ്യമായിട്ട് അടുപ്പിച്ച് ജയിച്ചല്ലേ, 2020 പ്രാവശ്യം ജയിക്കട്ടെ. കോൺഗ്രസിന്റെ സ്വാധീനം എത്രയുണ്ട്? കോൺഗ്രസ് സാധ്യത ഉണ്ട്, എന്നാലും ഞങ്ങൾ BJP-ക്കാരെ എൻ്റെ ഒരു ഞങ്ങൾ 2020 ചെയ്യുള്ളൂ. രാഷ്ട്രീയ ചരിത്രം ഇപ്പൊ പറയാനൊന്നും പറ്റൂല. എന്താന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതായതുകൊണ്ട് ചെയ്യും. അപ്പൊ ഏത് പാർട്ടി ജയിക്കും തോൽക്കും ഒന്നും പറയാൻ പറ്റില്ല. കൊടുങ്ങല്ലൂരത്തെ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ ചിത്രം? സുനിൽകുമാർ ജയിക്കും, അടിപൊളിയായിട്ട് സാധ്യതയുണ്ട്. പിന്നെ തീർച്ചയായിട്ടും ഈ ഒരു മരത്തിന്റെ ചോട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ചെറിയൊരു ആശ്വാസം ഉണ്ടല്ലോ. ഇങ്ങനെ കിടക്കണ കൊടുങ്ങല്ലൂർ ഈ കുറി ആർക്ക് ആശ്വസിക്കാൻ പറ്റും? LDF തന്നെ, തർക്കമില്ല കാര്യത്തിൽ 100% LDF തന്നെയാണ്. കാരണം പെൻഷനും മര്യാദക്ക് മര്യാദക്ക് കിട്ടുന്നുണ്ട്, തുടങ്ങിയിട്ടില്ല ഇതേവരെ. കൊടുങ്ങല്ലൂരിന്റെ രാഷ്ട്രീയ ചൂട് എത്രത്തോളം ഉണ്ട്? ഒരു ചൂടും സംഭവിച്ചിട്ടില്ല. ഒരു കാര്യം നടത്തിയല്ലോ, വികസനമില്ല. ഈ കുറി എങ്ങനെയാണ് സാധ്യത ഒരു മത്സരത്തിന്റെ? ജിനീഷ് ജയിക്കും. ഇയാളിവിടെ നാട്ടിലൊന്നും ചെയ്തിട്ടില്ല. നിയമസഭ കണ്ടിട്ടില്ല. പിന്നെ ഇവര് ഇങ്ങനെ കുറെ ആൾക്കാർ ജയിച്ചു പോവാ വരാ പോവാ, അവരുടെ കാര്യങ്ങൾ നടക്കുക, അവരുടെ ആൾക്കാർക്ക് എന്തെങ്കിലും ചെയ്യാം. സ്ട്രോങ് ആണ്, ഒന്നും പറയാൻ പറ്റാത്ത സ്ഥിതിയാണ്. ആർക്കാണ് ഒരു അതൊന്നും എന്നെ സംബന്ധിച്ച് പറയാൻ പറ്റില്ല. എന്നുവെച്ചാൽ 3 കൂട്ടക്കാരും കട്ടക്കട്ട മത്സരിക്കുന്നു. കൊടുങ്ങല്ലൂര് ആർക്കൊപ്പം നിൽക്കാനായിരിക്കും? മിക്കവാറും UDF ജയിക്കാനാണ് സാധ്യത. കാരണം ഇവിടെ മറ്റുള്ള പ്രവർത്തനങ്ങളൊന്നും അങ്ങനെ ഇല്ല. കുഴപ്പമില്ല. ആരായിരിക്കും?
അത് ഞങ്ങൾ പിന്നെ LDF ആൾക്കാരാണ്, അപ്പോൾ അത് ജയിക്കുമെന്നല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. എങ്ങനെയാണ് കൊടുങ്ങല്ലൂരിന്റെ ഒരു ചൂട് എത്രത്തോളമായി? ഈ കുറി ആർക്ക് തുണയാവാനൊക്കെയാണ് സാധ്യത? അത് പറയാൻ പറ്റുന്നില്ല. ഈ അവസ്ഥ എങ്ങനെയാ? അവസ്ഥ പൊതുവെ ഭയങ്കര ടഫാണ്. ഇത് മൂന്ന് മുന്നണിയും സ്ട്രോങ് ആണെന്നാണോ? മൂന്ന് മുന്നണി സ്ട്രോങ് തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ ആരും മോശമൊന്നുമല്ല. അങ്ങനെയാണ് അതിൻ്റെ ഇപ്പോഴത്തെ ട്രെൻഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു കനത്ത പോരാട്ടം പ്രതീക്ഷിക്കാം. കനത്ത പോരാട്ടം പ്രതീക്ഷിക്കാം. കൊടുങ്ങല്ലൂര് എങ്ങനെയാണ്? കൊടുങ്ങല്ലൂരിന്റെ ഒരു സ്ഥിതിവിശേഷം അനുസരിച്ച് ഈ പ്രാവശ്യം ഒരു ത്രികോണ മത്സരത്തിനുള്ള സാധ്യതയുണ്ടോ, അതെയോ ഏകപക്ഷീയമായിരിക്കും? എങ്ങനെയാണ്? കൊടുങ്ങല്ലൂർ നമ്മൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തന്നെ കണ്ടതാണല്ലോ, അപ്പം അത് തന്നെ പ്രതീക്ഷിക്കുന്നു. കൊടുങ്ങല്ലൂർ മണ്ഡലം ഇടതുപക്ഷത്തിനോടൊപ്പമാണ്. UDF ഒരു കരുത്തനായ സ്ഥാനാർത്ഥിനൊക്കെ ഇറക്കിയെന്നാണ് അവകാശപ്പെടുന്നത്. എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? പക്ഷെ കൊടുങ്ങല്ലൂരിൻ്റെ ഒരു രാഷ്ട്രീയ ചരിത്രം വെച്ച് നോക്കുമ്പോൾ ഈ കുറിയും ഞാൻ പറയുന്നു ഇടതുപക്ഷം തന്നെയാണ്. എന്താ ചെയ്യണേ? ഞാൻ ടീച്ചറാണ്. ടീച്ചറാണ്, അധ്യാപികയാണ്. ഏത് സ്കൂളിലാണ്? ഞാനിവിടെ ഗവൺമെന്റ് സ്കൂളിൽ പാലിയപ്പുരത്തിൽ. കൊടുങ്ങല്ലൂര് ആർക്കൊപ്പം നിൽക്കാനായിരിക്കും? കൊടുങ്ങല്ലൂർ ഞാൻ മാർക്സിസ്റ്റ് പാർട്ടിക്കാരനാണ്. ജനിച്ച ആരം മുതൽ ഞങ്ങളുടെ കുടുംബം തന്നെ മുഴുവനും ആ പാർട്ടിയാണ്. ആ പാർട്ടിയിലാണ് ഞങ്ങൾക്ക് വിശ്വാസം. ഇപ്പം അവർ ജയിച്ചു കഴിഞ്ഞിട്ട് ഇപ്പം ഈ 10 കൊല്ലം കൊണ്ട് ചെയ്യാവുന്ന പരമാവധി കാര്യങ്ങൾ നല്ല നിലയിൽ ചെയ്തിട്ടുണ്ട്. ഇതേപോലെ ഒരു മുഖ്യമന്ത്രിയും കൊടുങ്ങല്ലൂരിൽ നിന്നല്ല കേരളത്തിൽ ഇതേപോലെ ഒരു കാര്യവും ഒരു മുഖ്യമന്ത്രിയും ചെയ്തിട്ടില്ല. ആ കാര്യത്തിൽ എനിക്കും ഞങ്ങളെപ്പോലുള്ള മാർക്സിസ്റ്റ് പാർട്ടികൾക്കും പരമാവധി വിശ്വാസം. ഇന്ത്യയുടെ ഘടകകക്ഷിയായിട്ട് വന്നിട്ടുണ്ട് 2020. അപ്പം വിജയസാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. സാധ്യതയുണ്ടല്ലേ? LDF ഇത് കിട്ടാൻ ചാൻസ് ഇല്ല എന്നുള്ള കണക്കൂടുന്നു. പുള്ളി മൂന്നാമത്തെ സമയമാണ്. 10 വർഷമായിട്ട് ഇവിടെ നാട്ടിലൊന്നും ഒരു കാര്യമില്ല പുള്ളിനെ കൊണ്ട്. ഇവിടെ ഒരു മറ്റേ പ്രളയം സമയത്തൊക്കെ വെള്ളം കയറി ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പുള്ളി ഈ ഭാഗത്ത് വെള്ളം കയറിയില്ല എന്ന് റിപ്പോർട്ട് കൊടുത്ത മനുഷ്യനാണ്. ജനങ്ങൾക്ക് ഒരു തിരിച്ചറിവുണ്ട്. അതിൻ്റെ പേരിൽ പുള്ളിക്ക് ഇത്തവണ ഈ ഭാഗത്തൊന്നും വലിയ വോട്ടൊന്നും പ്രതീക്ഷിക്കില്ല. എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? കുഴപ്പമില്ല. കക്കയിറച്ചിയില്ല, ഇല്ല. ഉണക്കച്ചെമ്മീൻ മാത്രം. പിന്നെ എങ്ങനെയാണ് നമ്മുടെ ഇലക്ഷൻ എവിടെ വരെയൊക്കെ ആയി? എന്താണ് കൊടുങ്ങല്ലൂരത്തെ ചൂട് പിടിച്ച് നിൽക്കണ്. എങ്ങനെയാണ്? ആർക്കാണ് സാധ്യതയൊക്കെ? അത് നമ്മൾ എന്ത് പറയാനാണ്? ജനങ്ങളല്ലേ, ജനങ്ങൾ പലവിധമല്ലേ. ഇപ്പൊ ഇതേപോലെ പോയിക്കൊണ്ടിരിക്കണ പോലെ പോകാൻ സാധിച്ചാൽ മതി. ആര് കയറിയാലും നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കല്ലേ, അതേപോലെ പോകാൻ സാധിക്കട്ടെ ആര് കയറിയാലും. എങ്ങനെയാണ് നമ്മുടെ കൊടുങ്ങല്ലൂരത്തെ രാഷ്ട്രീയത്തിന്റെ ചൂടൊക്കെ? നല്ല ചൂടാ. ആർക്കാവാനൊക്കെയാണ് സാധ്യത? പറയാൻ പറ്റില്ല. ഒപ്പത്തിനൊപ്പമാണ് എല്ലാവരും. കണ്ടിട്ട് UDF-നാണോ LDF-നാണോ BJP-ക്കാണോ? LDF വരണമെന്നാണ് വിചാരിക്കണത്. UDF. ഇവിടെ സുനിൽകുമാർ തന്നെയാണ് വർഷത്തിന്റെ ആൾക്കാരെ കൂടുതൽ സാധ്യത കാണുന്നത്. സാധ്യത ഇപ്പോഴത്തെ ഭരണക്കാർക്ക് തന്നെയാണ്. 100% ഭാഗവും ഇത് തന്നെ വരണമെന്നാണ് ആൾക്കാരുടെ അഭിപ്രായം. ഒരു അറ്റത്ത് നിങ്ങൾ പിടിച്ചു കഴിഞ്ഞാൽ എണ്ണിയാ തീരില്ല. പഴംപൊരി ഉണ്ട്, മുളക് ബജിയുണ്ട്, ബോണ്ടയുണ്ട്, ഉള്ളിവടയുണ്ട്, സമൂസ, ഉഴുന്നുവട, ബോണ്ട, പരിപ്പുവട, പിന്നെ പേരറിയാത്ത വേറൊരു സാധനം. അതിന് മുകളിൽ മുട്ട ബജിയുണ്ട്, കട്ട്ലറ്റ് ഉണ്ട്, മറ്റേ കോഴിക്കോട്ടയുണ്ട്, അടയുണ്ട്, ഇലയടയുണ്ട്. ഈ എൻ്റെ പോലെ ചോദിക്കണം കേട്ടോ, പോലെ തന്നെ ഉള്ളിൽ കയറി ചോദിക്കാം. ചേട്ടാ നമസ്കാരം, ഇതൊക്കെ ഇവിടെ ഉണ്ടാക്കണേണോ? ഈ വയറ് കാരണോണ്ട് കിടക്കാൻ പറ്റണല്ലോ. ഇതൊക്കെ ഇവിടെ ഉണ്ടാക്കണേണോ? ഇവിടെ ഉണ്ടാക്കണത് എത്ര കൂട്ടുണ്ട്? മൊത്തം 26 ഐറ്റം ഉണ്ടാവും. 26 ഐറ്റം. അപ്പൊ കണ്ടോ, എണ്ണിക്കഴിഞ്ഞാൽ തീരില്ല. അപ്പൊ ഞാൻ എണ്ണിക്കഴിഞ്ഞാൽ അത് മുഴുവൻ എണ്ണണം. ഇത് എത്ര നാളായി തുടങ്ങിയിരിക്കണ? 20 വർഷമായി. 20 വർഷമായി അല്ലേ? എത്ര പണിക്കാരുണ്ട്? 4 പേരുണ്ട്. ഇവിടെ ആർക്കായിരിക്കും സാധ്യതയും തെരഞ്ഞെടുപ്പ് രംഗമൊക്കെ നോക്കുമ്പോൾ? അതെനിക്ക് മിക്കവാറും UDF സാധ്യത എനിക്ക് തോന്നുന്നു. കാണുന്നു അല്ലേ? ഒരു ശക്തമായ മത്സരമാണ്. സാധ്യതയുണ്ട്. ശക്തമായ മത്സരം തന്നെയാണ്. കൊടുങ്ങല്ലൂര് ചൂട് പിടിക്കുമോ? കൊടുങ്ങല്ലൂർ ഈ പ്രാവശ്യം വലത്തോട്ട് തിരിയാനുള്ള സാധ്യത. വലത്തോട്ട്? അതെ. അതെന്താണ് അങ്ങനെ പറയാൻ കാരണം? എന്താ? അങ്ങനെയാണ് പൊതുവെയുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ അങ്ങനെയാണ്. ട്രെൻഡ് അങ്ങനെയാണെന്നാ പറയുന്നത്. ട്രെൻഡ് അങ്ങനെയാണ്. പക്ഷെ അത് സുനിൽകുമാർ തന്നെ വേറെ അതങ്ങനെ തുടരുന്നാണോ പറയണത്? തുടരും. ഇങ്ങനെയാണ് നമ്മുടെ കൊടുങ്ങല്ലൂർ നമ്മുടെ സുനിൽകുമാർ സാധ്യത. കേരളത്തിലെ ജനങ്ങള് പ്രബുദ്ധരാണ്. ബോധം വിവരം വിദ്യാഭ്യാസമൊക്കെ ഉണ്ട്, മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ BJP-യോടൊപ്പം നിൽക്കും സംശയമില്ല കാര്യത്തിൽ. ഈ കൊടുങ്ങല്ലൂര് NDAയുടെ സ്ഥാനാർത്ഥി അയക്കാൻ സാധ്യതയുണ്ട്. കാരണം 2 മുന്നണികളും ജനങ്ങൾ മാറി മാറി പരീക്ഷിച്ച് മതിയാക്കി. ഇനിയിപ്പോൾ ഒരു മാറാത്തൊക്കെ മാറും, പുതിയൊരവസരം NDAക്ക് കൊടുക്കും. സുനിൽകുമാർ ജയിക്കും എന്നുള്ളത് പ്രതീക്ഷയാണ്. ഇത് മാറ്റം വരണം. അത് എല്ലാവരും ഒരാൾ തന്നെ ഭരിക്കുമ്പോൾ മാറ്റങ്ങൾ
വരണമെന്നില്ല. അടുത്ത ആൾക്ക് മാറി കൊടുക്കണം വരണം, അപ്പോഴാ മാറ്റം വരുള്ളൂ. അല്ലാതെ ഒരാൾ തന്നെ ഭരിക്കുമ്പോൾ അത് ഭയങ്കര പ്രശ്നമാണ്. അത് നിലവിലുള്ള സാഹചര്യം അത് അങ്ങനെ ഒരു തരംഗത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ടോ? അതൊന്നും എനിക്കറിയില്ല. ഞാൻ വലിയ പൊളിറ്റിക്സ് അറിയുന്ന ആളൊന്നുമല്ല. വോട്ട് ചെയ്യാൻ പോറല്ലേ? വോട്ട് ചെയ്യാൻ പോകാറുണ്ട്. നിലവിലുള്ള ഈ ഒരു 10 വർഷത്തെ ഭരണം എടുത്തു നോക്കുമ്പോ അതിനെ ഒന്നും പറയില്ല. മാറ്റങ്ങൾ വന്ന് ഓരോ അടുത്ത ആൾക്കും ഭരണങ്ങൾ കൊടുക്കണം. മാറി കൊടുത്താലേ അവരും കൂടി ഭരിക്കുമ്പോൾ എന്താണെന്നല്ല അറിയാൻ പറ്റുള്ളൂ. എങ്ങനെയാണ് കൊടുങ്ങല്ലൂരത്തേക്ക് ഒരു അവസ്ഥകൾ? കൊടുങ്ങല്ലൂർ അവസ്ഥ എന്ന് വെച്ചാൽ കോൺഗ്രസ് ജയിക്കാനുള്ള സാധ്യത. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇപ്പം തന്നെ എൻ്റെ വീട് മാള നേതൃപ്പടിയിലാണ്. അവിടെ ഇലക്ഷൻ വർക്കിന് തന്നെ ആൾക്കാർ ഇല്ല, നടക്കാൻ തന്നെ ആളില്ല, 3-4 പേരുള്ളൂ. പക്ഷെ കോൺഗ്രസിൻ്റെ കൂടെ ആൾക്കാരുണ്ട്. ഒരു ട്രെൻഡ് ഒന്ന് മാറുന്നു എന്നാണ് പറയുന്നത്. അതെ അതെ അതെ. കൊടുങ്ങല്ലൂരിന്റെ നിലവിലുള്ള ഒരു പശ്ചാത്തലമൊക്കെ കൊടുങ്ങല്ലൂർ പശ്ചാത്തലം ഇപ്പോൾ പറയുകയാണെങ്കിൽ നിലവിലെ MLA 3ാമത്തെ പ്രാവശ്യമാണല്ലോ. മറ്റേ പുതിയതായിട്ടുള്ളൊരു ചെറുപ്പക്കാരൻ, ഇങ്ങനെയുള്ളൊരു ജനങ്ങൾക്കൊരു ആശയക്കുഴപ്പമുണ്ട് നിലവിൽ ശരിക്കും. നമ്മളെ സംബന്ധിച്ച് ഒരാൾ തന്നെ തുടർച്ചയായിട്ട് ഇങ്ങനെ 3 പ്രാവശ്യം വരുമ്പോൾ എന്നുള്ളൊരു ചിന്ത ഒരു ഭാഗത്തുണ്ട് ജനങ്ങൾക്ക്. നമ്മൾ ജനങ്ങളായിട്ട് ബന്ധപ്പെടുന്ന ഒരാളെന്ന നിലയ്ക്ക് ഞാൻ പറയുകയാണ്. കാരണം പുതുമുഖം വരുമ്പോൾ രാഷ്ട്രീയ ഭേദമന്യേ ഒരു കാഴ്ചപ്പാട് ജനങ്ങൾക്ക് ഉണ്ടാവുമല്ലോ. നിലവിലിപ്പോൾ UDF ഒരു സാധ്യത എന്നാണ് പറയുന്നത്. UDF സാധ്യത എന്ന് പറയാനായിട്ട് ഇപ്പം നിലവിലെ ഗവൺമെൻറ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ജനങ്ങളിലേക്ക് വേണ്ടത്ര എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല മുന്നണിയിലെ ആളുകളുടെ പാർട്ടികളുടെ സമീപനം, ജനങ്ങളുടെ സമീപനം ഇത്തിരി മോശമായിട്ട് വരുന്നൊരു ആളുകളുടെ ഇടയിൽ ഒരു അഭിപ്രായ വ്യത്യാസമൊക്കെ വരുന്നൊരു സാഹചര്യമുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഏത് കക്ഷിക്കായാലും വലിയ ഭൂരിപക്ഷം കിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ചെറിയൊരു അഭിപ്രായം. സാധ്യത ഇത്തവണ ഒന്നും പറയാൻ പറ്റില്ല. പ്രവചനാതീതമാണ്. അതായത് കടുകട്ടി ഉണ്ടാവും എന്തായാലും. LDF-ഉം UDF-ഉം തമ്മിലാണോ? ഏതവസ്ഥയിലായാലും ഞങ്ങളുടെ അവസ്ഥ തന്നെ പെരുവഴിയില്ല. ഞങ്ങൾ അതന്നെ ഞങ്ങൾക്ക് പറയാനുള്ളൂ. കാരണം ഞങ്ങൾക്ക് ഒരു ഗതി ഞങ്ങൾക്ക് കിട്ടില്ല, ഒരു ആനുകൂല്യങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ഞങ്ങൾക്ക് കിട്ടില്ല. ഇനി ഇത് കൂടുതൽ എന്നിട്ട് പറയണേ, ആര് ജയിച്ചാലും ഇപ്പോൾ കോൺഗ്രസ് ആയാലും മാർക്സിസ്റ്റ് ആയാലും BJP ആയാലും ആര് ജയിച്ചാലും ഞങ്ങൾ ഇതിന് അങ്ങാടി ആടുള്ള മാതിരിയാണ്. ഞങ്ങളുടെ തേരാപാര അടക്കിന് മാത്രമേ ഉള്ളൂ. അതിൽ കൂടുതലൊന്നും പറയാനില്ല ഞങ്ങൾക്ക്. കൊടുങ്ങല്ലൂർ UDF ജയിക്കുള്ളൂ. അത് UDF തന്നെയാണ്. ശക്തമായ മത്സരത്തിന് അത് തന്നെയാണ്. അതിലൊരു പ്രത്യേകിച്ചില്ല. അവിടെ പ്രവൃത്തികളോ അങ്ങനത്തെ പ്രവൃത്തികളോ എന്ന് വെച്ചാൽ നാട്ടിൽ വന്നിട്ട് എൻ്റെ വീടിൻ്റെ അവിടെ തന്നെ സുനിൽകുമാർ വന്നിട്ട് വിത്തിടമെന്ന് പറഞ്ഞാണ് ഈ കൊല്ലം ജയിക്കണമെങ്കിൽ എൻ്റെ വഴി ശരിയാക്കി തരാമെന്ന്. എൻ്റെ വഴി പോയി കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ ഇത് പറയും. ഇതുവരെ ആ വഴി ഇതുവരെ പഞ്ചായത്തുകാരും ചെയ്തിട്ടില്ല, ഇവരും ചെയ്തിട്ടില്ല. ഇപ്പോൾ എന്തായാലും ഒരു വലിയൊരു തെരഞ്ഞെടുപ്പ് ചൂട് പിടിക്കാൻ തുടങ്ങുകയാണ്. ചൂട് പിടിക്കാൻ തുടങ്ങുന്നത്. അതായത് 2 ടേമായിട്ട് LDF ഭരിച്ചിട്ടും ഇപ്പോൾ മാളയിൽ പ്രത്യേകിച്ച് പറയണ പുരോഗതിയൊന്നും മാളയിലില്ല. അപ്പോൾ ഈ പ്രാവശ്യം എന്തായാലും ആൾക്കാരൊരു ശക്തമായൊരു തിരിച്ചടിയും അല്ലെങ്കിൽ ഏത് വിധത്തിലായാലും നല്ലൊരു മത്സരത്തിന് സാധ്യതയില്ല. ഒരു മാറ്റം വേണമെന്നാണ് ഞങ്ങൾക്ക് ആഗ്രഹിക്കുന്നത്. കാരണം ഇപ്പം നിലവിൽ 10-70 വർഷം ഭരിച്ചിട്ടും കേരളത്തിൽ വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കാരണം ഒരു പാത്രത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിടുന്നല്ലാതെ അതിലപ്പുറം വേറെ വികസനങ്ങൾ എന്നുള്ള രീതിയിൽ മറ്റു നാട്ടിൽ നടക്കുന്ന അത്രയും വികസനം കേരളത്തിൽ നടക്കുന്നില്ല. കാരണം പരസ്പരം 2 പാർട്ടികളും പരസ്പരം പഴിചാരി ഒരു പ്രൊജക്റ്റ് കൊണ്ടുവരുന്ന സമയത്ത് മറ്റവരതിനെ എതിർക്കുക, ഇവർ പ്രൊജക്റ്റ് കൊണ്ടുവരും മറ്റുള്ളവരെ എതിർക്കുക. കാരണം തറക്കല്ലിട്ട് പോകൽ മാത്രമേ ഉള്ളൂ. അതല്ലാതെ ഒരു കാര്യത്തിൻ്റെ അപ് ടു ഡേറ്റ് ആയിട്ട് ഫോളോ അപ്പുകളില്ലാതെ എല്ലാം മുടങ്ങി കിടക്കുന്ന രീതിയിലാണ് നിലവിലെ ഇപ്പോൾ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അതിനിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അവർ വലിയ പുരുഷത്തിൽ ജയിച്ചാണ് LDF. ഇത്തവണ അത്രയൊന്നും ഉണ്ടാവില്ല, 4 ടൈറ്റായിട്ട് വരും വിചാരിക്കുന്നു. ഈ തവണത്തെ അത്ര അധികം പറയാൻ പറ്റില്ല എന്ന് തോന്നുന്നു. സുനിൽകുമാർ ആയിരുന്നല്ലോ. ഇനിയിപ്പോൾ ജനീഷും ഇപ്പോൾ കാറ്റ് മൊത്തത്തിലൊരു മാറ്റം ഉണ്ടല്ലോ, അതുകൊണ്ട് പറയാൻ പറ്റില്ല എങ്ങനെയെന്ന്. ഒരു പക്ഷേ ഇങ്ങോട്ട് ചായാനും വഴിയുണ്ട്. കേരളത്തിൽ മൊത്തം പഞ്ചായത്ത് ഇലക്ഷനിൽ ഒക്കെ വ്യത്യാസമായിട്ടുള്ളൊരു കാഴ്ചപ്പാടുള്ള ആളുകൾക്ക് ഉണ്ടായിരുന്നത്. അപ്പം അതുകൊണ്ട് ഇത്തവണത്തെ കാര്യങ്ങൾ മൊത്തത്തിൽ അങ്ങോട്ട് ഉറപ്പ് പറയാൻ പറ്റാത്തൊരവസ്ഥ. പ്രചരണ രംഗത്ത് എങ്ങനെയാണ്? ഒപ്പത്തിനൊപ്പമാണോ? അത് ഏകദേശം ഒപ്പത്തിനൊപ്പം തന്നെയെന്ന് തോന്നുന്നു. മറ്റവരും നല്ല ഉഷാർ തന്നെയാണ്. UDF നല്ല ഉഷാറാണ്, LDF നല്ല ഉഷാർ തന്നെയാണ്. അത് വലിയ കുഴപ്പമില്ല. നിലവിലിപ്പോൾ ഒരു ടൈറ്റ് കോമ്പറ്റീഷനിലേക്ക് എത്തുന്നുണ്ട്. തീർച്ചയായിട്ടും ടൈറ്റ് കോമ്പറ്റീഷൻ വരാൻ സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ പണ്ടത്തെ മാതിരി അത്ര ഈസി വാക്ക് ഓവർ കിട്ടുന്ന എനിക്ക് പ്രതീക്ഷ ഇത്തിരി കുറവുണ്ട്. വിജയ ശതമാനം അത്ര കണ്ട് കുറയാൻ സാധ്യതയുണ്ട്. അതെ, അത് എന്താ കാരണം വെച്ചാൽ മൊത്തത്തിൽ പിണറായിയുടെ സർക്കാരിനോട് ആളുകൾക്കൊരു വിമുഖത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്നുവെച്ചാൽ അവരുടെ കുറേ കാര്യം മറ്റേ വികസനപരമായ കുറേ കാര്യങ്ങൾ നടത്താനുണ്ടെങ്കിലും
സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ചില ഇതുകൾ പോരായ്മകൾ അവരുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. അതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. പിന്നെ ഇപ്പോൾ ഈ അവസാന കാലത്ത് കൊണ്ടൊന്ന് കുറേ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് മാത്രം ജനങ്ങൾ അത്ര വിഡ്ഢികളല്ലല്ലോ. അതുകൊണ്ട് എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിന്റെ ഒരു ചൂടൻ രംഗത്തേക്കൊക്കെ വന്നു? എങ്ങനെയാണ് സുനിൽകുമാർ ജയിക്കുന്ന ഉറപ്പല്ലേ? സുനിൽകുമാർ ഉറപ്പാണ്. അങ്ങനെ തന്നെയാണ്, സുനിൽകുമാർ തന്നെയാണ് ജയിക്കുക. അതിലെല്ലാം ഉണ്ട്. എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാം ഇതായി നിൽക്കുന്നുണ്ട്. പിന്നെ BJP മുന്നിട്ട് നിൽക്കണമുണ്ട്. എല്ലാം കൊണ്ടും നല്ലൊരു ഇതായിട്ട് നിൽക്കണേ. ഒരു ശക്തമായ ഒരു ത്രികോണ മത്സരത്തിന് അങ്ങനെ വല്ല സാധ്യതയ്ക്കണം. അങ്ങനെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ശക്തമായിട്ടുള്ള ത്രികോണ മത്സരത്തിനാണ് നിൽക്കുന്നത്. BJPക്ക് നിർണായക ഘടകമായി തീരുമോ? 2020 ആണ്. 2020 ആണ്. അതിൻ്റെ പേരിൽ ഇപ്പോൾ ഉഷാറായിട്ട് പോകുന്നുണ്ട്. നല്ലൊരു പ്രവർത്തനമായിട്ട് കാഴ്ചവെക്കുന്നുണ്ട്. അതിപ്പോ ഒക്കെ തുല്യ ഇതിൽ നിൽക്കണേ. സംസാരം കൊണ്ട് എല്ലാവരും ഒരു ആർക്കും ഒരു ആര് ജയിക്കുന്നൊന്നും പറയാൻ പറ്റില്ല. ആ രീതിയിലാണ് ഇപ്പൊ ആൾക്കാരുടെ അത്രയ്ക്ക് നല്ല മത്സരമുണ്ട്. എല്ലാം കൊണ്ട് ചേട്ടൻ ജയിക്കും. നല്ല പ്രചരണമാണോ? കോൺഗ്രസ് ഞാൻ കാരണവരുള്ള കാലത്ത് ഞാൻ കോൺഗ്രസ് തന്നെയാണ്. ഇതൊന്നും മാറ്റം വന്നിട്ടില്ല. അതാണ് എൻ്റെ ആശ. എൻ്റെ വീട്ടുകാർക്ക് അങ്ങനെ തന്നെയാണ്. നല്ലൊരു ഭരണം കാഴ്ച. ഈ പ്രാവശ്യം കോൺഗ്രസ് സ്ട്രോങ് ആയിട്ട് പ്രവർത്തിക്കും, നന്നായിട്ട് ജയിക്കുന്ന ഒറ്റ കണ്ടീഷൻ അത്. വിജയം ഇപ്പോൾ NDA ക്കാണ്. 2020. കാരണം ഇപ്പോൾ 10 കൊല്ലം ആള് പിണറായി ഭരിച്ചിട്ട് ആ സർക്കാരിൽ നിന്ന് കിട്ടാത്ത 63 ലക്ഷം ആൾക്കാർക്ക് പെൻഷൻ കൊടുക്കണല്ലേ. ഉമ്മൻചാണ്ടി ഇവിടെ എന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് തന്നെ പെൻഷൻ മുടക്കിയിട്ട് ഒരു ബസ്സിൽ കയറിയപ്പോൾ 22,000 രൂപ എനിക്ക് കിട്ടി. സത്യപ്രതിജ്ഞ ചെയ്തിട്ട് ബസ്സിലുണ്ടായെന്ന് വെച്ചാൽ മുടക്ക് തീർത്ത് ഞാൻ എല്ലാവരും പെൻഷൻ അതുപോലെ തന്നെ മുടക്ക് തീർത്താണ്. 22,000 രൂപ എനിക്ക് ഒരുമിച്ചിട്ടുണ്ട്. ഞാൻ അവിടുത്തെ തൊഴിലാളിയാണ്, യൂണിയൻകാരനായിരുന്നു. ഉമ്മൻചാണ്ടി വരെ 10 വയസ്സ് കിട്ടിയില്ല. ഈ കോരം പറഞ്ഞ തങ്കപ്പം പറഞ്ഞ 100% ശരിയാ. അർഹത അവര് പോണത്. ജനങ്ങൾക്ക് എന്തെങ്കിലും ഗുണം കിട്ടണമെങ്കിൽ അവര് പോണത്. ഇപ്പോൾ ഇടതുപക്ഷത്തിന് നല്ല അനുകൂലമായ കാലാവസ്ഥയാണ്. 10 കൊല്ലം തുടർച്ചയായിട്ട് ഭരിച്ചിട്ട് ഇവിടെ പട്ടിണിയില്ല. റേഷൻ മുടങ്ങാതെ കൊടുത്തിട്ടുണ്ട്. പിന്നെ മുൻ ഗവൺമെൻറ് 600 രൂപ ഈ ക്ഷേമ പെൻഷൻ കൊടുത്തിരുന്നില്ല. അത് ഇവർ കയറുമ്പോൾ 18 മാസം മുടക്കുണ്ടായിരുന്നു. ഈ പാവമൊക്കെ തീർത്തു. ഞാനൊരു ഒരു സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത ആളാണ്. എനിക്ക് എൻ്റെ വൈഫും അതെ പെൻഷൻ എൻ്റെ അരിയർ സർവീസ് ജീവനക്കാർക്കുണ്ട്. കംപ്ലീറ്റ് കൊടുത്ത് തീർത്തു. ഒരു പൈസ ഇല്ല. ശരാശരി ഒരു 10,000 രൂപ വെച്ച് ഇപ്പോൾ ഈ ആവറേജ് ജീവനക്കാർക്ക് ഈ കഴിഞ്ഞ മാസത്തിലും അടുത്ത മാസത്തിലായിട്ട് കിട്ടും. പിന്നെ ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ പരമാവധി ചെയ്തിട്ടുണ്ട്. യാതൊരു സംശയമില്ല. ഇപ്പോഴത്തെ നിലവിൽ എങ്ങനെയാണ്? രണ്ട് മുന്നണിയും ഒപ്പത്തിനൊപ്പമാണോ? LDF, UDF, ഒപ്പം തന്നെ BJP രംഗത്ത് വരുന്നുണ്ട്. BJP കയറുമായിരിക്കും. സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. കൊടുങ്ങല്ലൂർ മണ്ഡലം ചൂടുപിടിക്കുമെന്നത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. കാരണം 3 മുന്നണികളും വിജയം അവകാശപ്പെടുമ്പോൾ ഇനിയുള്ള ദിവസം ചൂടുപിടിക്കുന്ന പ്രചരണത്തിന്റെ അവസാന തോതിൽ ആര് വിജയിച്ച് കയറുമെന്നത് 9-ാം തീയതി വരെ കാത്തിരിക്കണം. 9-ാം തീയതിയാണ് വിധിയെഴുത്ത്. പക്ഷേ ആര് വീഴും ആര് വാഴുമെന്ന് വീണ്ടും കാത്തിരിക്കണം. അപ്പോൾ ഞങ്ങൾ ആരുടെയും പക്ഷം പിടിക്കുന്നില്ല. ജനശബ്ദമായിട്ട് ഞങ്ങളിങ്ങനെ യാത്ര തുടരുകയാണ് മറ്റൊരു മണ്ഡലത്തിലേക്ക്. ജനശബ്ദം നിങ്ങൾക്കായി സമർപ്പിച്ചത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽ, തൃശൂർ. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. പട്ടാമ്പി ഇൻവെസ്റ്റ്മെന്റ്സ് ആൻഡ് ലോൺസ് പ്രൈവറ്റ് ലിമിറ്റഡ്. നിക്ഷേപങ്ങൾക്ക് കരുതലായി കൂടെയുണ്ട് പട്ടാമ്പി ഇൻവെസ്റ്റ്മെന്റ്സ്. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, തൃപ്രയാർ. ഹാപ്പി മാരേജിന് ഹാപ്പിയായി സ്വർണ്ണമണിയാം. എലിസ്റ്റ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഹോൾസെയിൽ ഡിസൈനർ ജുവലറി, പള്ളിക്കുളം റോഡ്, തൃശൂർ. സ്നേഹം പോലെ പരിശുദ്ധം. നിങ്ങളുടെ വാഹന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കും ജോൺസ് ഹോണ്ട, തൃശൂർ, ആലപ്പുഴ. കൽപ്പക വെഡ്ഡിംഗ്, കുന്നംകുളം. കുന്നംകുളത്തിന്റെ ഏറ്റവും വലിയ വസ്ത്രവിസ്മയം ഏറ്റവും കുറഞ്ഞ വിലകളിൽ.